ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയത് മാതാവിൻ്റെ സുഹൃത്തായ രതീഷ് ഒറ്റയ്ക്കെന്ന പോലീസ്. ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തിയെന്ന് മൊഴി ഉണ്ടായിരുന്നു. അത് ശുദ്ധ നുണയാണെന്നാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കുഞ്ഞിനെ ബിഗ് ഷോപ്പറിലാക്കി മാതാവ് രതീഷിന് കൈമാറി. പ്രതികളെ ഇന്ന് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് തുടരും. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്നും മറ്റു വിവരങ്ങളുമായി ചേരുന്നു. ഗുഡ് മോർണിംഗ് മനീഷ്, വിശദാംശങ്ങൾ. എസ്കെൻ, ഇന്ന് ഈ നവജാത ശിശുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാകും നടക്കുക. ഉച്ചയോടുകൂടി തന്നെ ഈ പ്രതികൾ രണ്ടുപേരെയും ഈ ആൺസുഹൃത്തായ രതീഷിൻ്റെ വീട്ടിലെത്തിക്കും. അവിടെ എത്തി തെളിവെടുപ്പ് നടത്തും. ഈ ആദ്യം കുട്ടിയെ കുഴിച്ചിട്ടു എന്ന് പറയുന്ന വീട്ടിലെ പരിസരത്ത് പോലീസ് പരിശോധന നടത്തും. അതിനുശേഷമാണ് ഇന്നലെയോടുകൂടി മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന് പിന്നാലെയാണ് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് ഈ കുഴിയിൽ നിന്നും ഈ കുഞ്ഞിൻ്റെ മൃതദേഹം എടുത്ത് ശുചിമുറിയിലെ തന്നെ ഒരു ഭാഗത്തേക്ക് മാറ്റിവെച്ചതെന്നാണ് പോലീസ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ ഇയാൾ ചോദ്യം ചെയ്യൽ പറഞ്ഞത് ഇരുവരും കൂടി ആശയും ചേർന്ന് തൻ്റെ വീട്ടിലെത്തി കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത്. പക്ഷേ അത് ഇവരുടെ ഫോൺ കോളുകളൊക്കെ തന്നെ പരിശോധിച്ചു. അങ്ങനെ പോലീസിന് കൃത്യമായ തെളിവ് ലഭിച്ചിട്ടുണ്ട്. രതീഷ് ഒറ്റയ്ക്ക് തന്നെയാണ് ഈ കുഞ്ഞിനെ മൂക്കും വായും പൊത്തിപ്പിടിച്ച് കൊലപ്പെടുത്തിയതെന്ന് ആ നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആദ്യം ഈ രതീഷ് കുഞ്ഞിനെ 31-ാം തീയതി ആലപ്പുഴയിലെ ചേർത്തലയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ നിന്നും കുഞ്ഞുമായി ഡിസ്ചാർജ് ആയ ശേഷം കുഞ്ഞിനെ ആദ്യം വിൽക്കാൻ പറ്റുമോ എന്നതിൻ്റെ സാധ്യത രതീഷ് അന്വേഷിച്ചു. അത് എറണാകുളത്ത് ഉള്ളൊരു സുഹൃത്തുമായി അന്വേഷിച്ചു കുഞ്ഞിനെ. പക്ഷേ ഇത്രയും ചെറിയ കുഞ്ഞായതുകൊണ്ട് തന്നെ വിൽപ്പന നടക്കില്ല, അത് പരാജയപ്പെട്ടതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിച്ചത്. 31-ന് ഡിസ്ചാർജ് ആയ ശേഷം അവർ രണ്ടുപേരും ചേർന്ന് ഇരുചക്ര വാഹനത്തിൽ ബിഗ് ഷോപ്പറിലാക്കിയാണ് ഇത് ചേർത്തലയിലെ വീടിൻ്റെ പരിസരത്തെത്തിയതും പിന്നീട് ബിഗ് ഷോപ്പറിലാക്കിയാണ് വീട്ടിലേക്ക് രതീഷ് എത്തിച്ചതും കൊലപ്പെടുത്തിയതും അന്ന് തന്നെ കുഴിച്ചിടുകയും ചെയ്തത്. ഈ ഒരു വിഷയത്തിൽ ഇവർ രണ്ടുപേരല്ലാതെ കൊലപാതകത്തിന് ശേഷം മറ്റാരെങ്കിലും ഇവരെ സഹായിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലീസിനുണ്ട്. ആ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഈ ആശയോട് ആദ്യം കുഞ്ഞിനെ കൊലപ്പെടുത്തുകയില്ല, മറ്റൊരാൾക്ക് കൈമാറും, ദത്ത് നൽകാമെന്ന് പറഞ്ഞാണ് ആശയുടെ പക്കൽ നിന്നും കുഞ്ഞിനെ വാങ്ങിയതെന്നാണ് ആശ പോലീസിനോട് മൊഴി നൽകിയിട്ടുള്ളത്. പിന്നീട് കൊലപ്പെടുത്തിയ ശേഷമാണ് ഇതേ മാർഗമുള്ളൂ എന്ന് സുഹൃത്ത് രതീഷ് ആശയെ അറിയിച്ചിട്ടുള്ളത്. ഈ സംഭവം കുഞ്ഞ് ജനിച്ച വിവരം ആശയുടെ ഭർത്താവ് മനോജിനോട് പറഞ്ഞിരുന്നു. പക്ഷേ ഈ കുഞ്ഞുമായി ജീവിതം മുന്നോട്ട് പോകാൻ കഴിയില്ല, കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുക എന്നുള്ള കാര്യമാണ് ഭർത്താവ് പറഞ്ഞതെന്നാണ് ആശ മൊഴി നൽകിയിട്ടുള്ളത്. അങ്ങനെ ഉള്ള സാഹചര്യത്തിലാണ് കൊലപ്പെടുത്തേണ്ടി വന്നതെന്നാണ് രതീഷ് പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. എസ്കെൻ. ഓക്കെ, മനീഷ് മഹിബാലാണ് വിവരങ്ങൾ നൽകിയത്. നവജാത ശിശുവിനെ നിഷ്കരുണം കൊലപ്പെടുത്തിയ കഥയാണ് ചേർത്തലയിൽ നിന്നും ഇന്നലെ വൈകുന്നേരം വന്നത്. ഈ അമ്മയുടെ സുഹൃത്താണ് കൊലപാതകത്തിന് കൂട്ടുനിന്നത് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുമെന്ന് മനസ്സിലാക്കുന്നു.